ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിലാണ്, അതായത് IoTയുടെ ക്ലാസ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറയണത് ആദ്യം നമുക്ക് ഇന്നലെ എന്താ എടുത്തത് എന്നുള്ളത് ഒന്ന് നമുക്ക് റെഫർ ചെയ്ത് പോവാം. കാരണം അത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഓക്കെ ആകും. ലൈക്ക് നമ്മൾ ഇന്നലെ കേട്ടത് ഇന്നൊക്കെ ഓർമ്മ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, അതായത് നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അതൊന്നും കൂടി അതായത് ലൈക്ക് ഞാനൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം, ആൻഡ് നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം. ഓക്കെ. ആൻഡ് ദി ഫസ്റ്റ് ടോപ്പിക്, അതായത് ഇന്നലെ എടുത്ത ടോപ്പിക് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് IoT എന്നായിരുന്നു. അതായത് നമ്മൾ IoT എന്താണെന്ന്, അതായത് ഫ്രം സ്ക്രാച്ച് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈക്ക് നമ്മൾ ഇന്നലെ IoT എന്താ എന്ന് അറിയാത്ത ആൾക്കാർക്കും എന്നാൽ IoT കുറച്ചറിയാം, ലൈക്ക് കുറേ അറിയാം, ബട്ട് എന്നാലും IoT എന്താണെന്ന് അറിയില്ല. ലൈക്ക് അവർക്ക് അവരുടെ മൈൻഡിൽ അറിയും എന്നുള്ളവർക്ക് എന്താണ്, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. സോ അറിയാമെന്നുള്ളൊരു മൈൻഡുള്ളവരുണ്ടാവും. ബട്ട് എന്നാലും കുറേ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ അറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് IoT എന്നായിരുന്നു. അതായത് IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റും തിങ്സും രണ്ടും കൂട്ടി ചേർത്തൊരു സംഭവമാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ലൈക്ക് അതായത് ഒരു തിങ്സും അതേപോലെ അതിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് IoT. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് IoT. അതിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് വാച്ചിൽ നമ്മൾ ഇൻ്റർനെറ്റ് ആഡ് ചെയ്യുന്നതാണ്. അതൊരു തിങ് ആണ്, ഒരു വാച്ച് ഇസ് എ തിങ്. സോ അതിൽ നമ്മൾ ഇൻ്റർനെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയി. സോ അതേമാതിരി തന്നെയാണ് നമ്മൾ CCTV. അത് നമ്മൾ CCTV റെക്കോർഡ് ചെയ്യാൻ വെക്കുന്ന സാധനമായിരുന്നു. അതിൽ നമ്മൾ ഇൻ്റർനെറ്റ് ആഡ് ചെയ്ത് നമുക്ക് ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നും ആ സാധനം നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് നമുക്ക് ആ ഒരു സാധനം, അതായത് ആ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നാലും നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും, ആൻഡ് നമുക്കത് മോണിറ്റർ ചെയ്യാനും പറ്റും. സോ അത് നമ്മൾ ഒരു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ആൻഡ് ഓൾസോ നമുക്ക് വരുന്ന വേറൊരു സംഭവമാണ് സ്മാർട്ട് ഡോർ ലോക്ക്. അത് നമുക്ക് ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്ന് വേണമെച്ചാലും നമുക്ക് തുറക്കാൻ പറ്റും. അതേമാതിരി വൺ ടൈം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, ലൈക്ക് അങ്ങനെ. സോ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്. ആൻഡ് ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേർ IoT ഈസ് യൂസ്ഡ് എന്നാണ്. അതായത് നമ്മൾ IoT എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരിത്. അതായത് നമ്മൾ കുറേ സ്ഥലങ്ങൾ, നമ്മൾ ഇന്നലെ തന്നെ കുറേ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ IoT യൂസ് ചെയ്യാമെന്ന്. ട്രാഫിക് ഉള്ളിടത്ത്, ലൈക്ക് ട്രാഫിക് സിഗ്നൽസിൽ, സ്മാർട്ട് ഹോമിൽ, സ്മാർട്ട് സിറ്റിയിൽ, ആൻഡ് ഹോസ്പിറ്റൽസിൽ, വെഹിക്കിൾസിൽ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് IoT യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രോബ്ലംസ് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് IoT യൂസ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് IoT നമുക്ക് ഏതൊരു ഭാഗത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് IoT എല്ലായിടത്തും വരും. ഓക്കെ. അതായത് ഇപ്പോൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സോ IoT എല്ലായിടത്തും വരും. ആൻഡ് ഓൾസോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു IoT എന്നുള്ളൊരു ഇത്. അതായത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ IoT ചൂസ് ചെയ്യണം. അതായത് നമുക്ക് അതിൽ ടൈം സേവ് ചെയ്യാം. ലൈക്ക് ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോയി, ആൻഡ് അവിടെ ഇലക്ട്രിസിറ്റി ലോസ് ആയിക്കൊണ്ട്. സോ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ കുറച്ച് ദൂരെ പോയി, ഒരു 10-12 കിലോമീറ്റർ പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അതായത് ഇങ്ങോട്ട് തിരിച്ചു വരണം. ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഒക്കെ പോട്ടെ, മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്, മോട്ടർ ഓഫ് ആക്കിയിട്ടില്ല. അത് നമ്മളുടെ ഫോണിൽ നമുക്ക്
ലൈക്ക് ഓട്ടോമേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത് ഫോണിലിരുന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മളുടെ ഈ വീട്ടിലത്തെ ഒരു സാധനം ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യാനോ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ ടൈമും സേവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റിയും സേവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് റിമോട്ട് കൺട്രോൾ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ആ ഒരു ലൈക്ക് ഒരു റിമോട്ടിൽ ഞാൻ ഒരു ബട്ടൺ നിൽക്കുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവുന്നത് ലൈക്ക് അങ്ങനെ. സോ നമുക്ക് അതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയുള്ളൊരു സംഭവമാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പോർഷൻ, അതായത് നമ്മളുടെ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ IoT വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ പോർഷൻ, ഏറ്റവും അതായത് 100-ൽ 1% മാത്രമാണ് IoT എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IoT എങ്ങനെ വർക്ക് ചെയ്യുന്നു. മനസ്സിലായോ? IoT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? IoTയുടെ വർക്കിംഗ് കോൺസെപ്റ്റാണ് നമ്മൾ പറയണത്. കണ്ടില്ലേ, IoTയുടെ വർക്കിംഗ് കോൺസെപ്റ്റാണ് നമ്മൾ ഇനിയിപ്പോൾ ഒക്കെ സ്ക്രീനിലേക്ക് എല്ലാവരും ഒന്ന് നോക്കി ശ്രദ്ധിച്ചിരിക്കുക ആൻഡ് ഒന്ന് വായിച്ച് നോക്കുക, എല്ലാതും ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ. ആൻഡ് അപ്പോൾ നമ്മൾ IoT 4 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് IoT നമ്മൾ 4 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. IoT വർക്കിംഗ്, ഓക്കെ, അതായത് IoTയുടെ വർക്കിംഗ് നമ്മൾ 4 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിവൈസസ് ആണ്, ആൻഡ് ഒന്ന് ഇൻ്റർനെറ്റ് ആണ്, ഒന്ന് ക്ലൗഡാണ്, ആൻഡ് യൂസേഴ്സ് പിന്നെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് ഓൾസോ ഡിവൈസും ക്ലൗഡും ആയിരുന്നു എല്ലാവർക്കും കുറേ ഡൗട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ആൻഡ് ഇൻ്റർനെറ്റ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പഠിക്കുക, അതായത് ഒന്ന് റിസർച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് പഠിക്കുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ആൻഡ് അപ്പോൾ നമുക്ക് ആദ്യം ഡിവൈസ് എന്താണെന്ന് നോക്കാം. ഡിവൈസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം സെൻസേഴ്സ് എന്താണെന്ന് നിങ്ങൾ അറിയണം. അതായത് സെൻസേഴ്സ് ഷാസിം സാറ് ക്ലാസ് എടുത്ത ടൈമിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്താണ് സെൻസേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, സെൻസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഷാസിം സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ ഷാസിം സാറ് പറഞ്ഞു തന്നിട്ട് കുറച്ചായിട്ടുണ്ടാവും. സോ ഞാൻ ഒന്നുകൂടിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സെൻസേഴ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും അതേമാതിരി മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ലൈക്ക് നമ്മൾ സെൻസേഴ്സ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഡിറ്റക്റ്റ് ഓർ മെഷർ സംതിങ് ലൈക്ക് ടെമ്പറേച്ചർ, ലൈക്ക് ലൈറ്റ്, മോഷൻ, എക്സെട്ര, ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻടു ഡാറ്റ. അതായത് നമ്മൾ ഈ സെൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും ഓർ മെഷർ ചെയ്യാനും ലൈക്ക് സെൻസ് ചെയ്യാൻ, അതായത് ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൽ, അതായത് ഞാൻ എന്നെ തന്നെ പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് സെൻസ് ആവുന്നുണ്ട്. ആ അതേമാതിരി അതായത് നമുക്ക് എന്താണ് ഓർഗൻസ് ആണ്, അതേമാതിരി ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെൻസ് ചെയ്യാനുള്ള ഓർഗൻസ് ആണ് ഈ സെൻസേഴ്സ് എന്ന് പറയണത്. ഓക്കെ. അതായത് ഈ ലൈക്ക് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ അതിനാണ് ഞാനിവിടെ ഈ 4 കൊടുത്തിട്ടുണ്ട്. ഈ 2 അടിയത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് വിട്ടോ. ഇത് LDR മൊഡ്യൂളും ഇത് സോയിൽ മോയ്സ്ചർ സെൻസറും ആണ്. ഇത് എല്ലാവർക്കും അറിയുണ്ടാവും, മറ്റേ അൾട്രാസോണിക് സെൻസറും ഇത് ഫ്ലെയിം സെൻസറും ആണ്. ഈ ഫ്ലെയിം സെൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലെയിം ഡിറ്റക്റ്റ് ചെയ്യാനും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഈ അൾട്രാസോണിക് സെൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും അതായത് ഒബ്സ്റ്റിക്കിൾ അവോയ്ഡിങ് റോബോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്ത് വേറെ വഴിക്ക് പോകുന്ന റോബോട്ടുകൾ, അതിലൊക്കെ നമ്മൾ ഈ സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇതെങ്ങനെ, അതായത് ഈ മെഷർ ചെയ്യുന്നതിൻ്റെ ഇത് ഓരോ സെൻസേഴ്സിനും ഓരോ ടൈപ്പായിട്ടായിരിക്കാം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരിക.
ലൈക്ക് നമ്മൾ ഈ സോയിൽ മോയ്സ്ചറൈസർ സെൻസറിന് വേറെ ടൈപ്പാണ്, ഇതിന് വേറെ ടൈപ്പാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുക. സോ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ രണ്ട് കണ്ണ് പോലുള്ള സംഭവം അല്ലേ, അതിൽ നമ്മളുടെ ഒരെണ്ണത്തിൽ നിന്ന് ഒരു വേവ് പുറത്തേക്ക് ഇങ്ങനെ പോകും. അത് ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് അതങ്ങനെ പോകും. അപ്പോൾ ഒന്നും റിസീവ് ആവൂല. സോ ഇതൊന്നും എന്താണ് ഇൻപുട്ടും ഒന്നും ഔട്ട്പുട്ടാണ്. അതായത് ഒന്നും ഇൻപുട്ടും ഇല്ല. അതായത് ഞാൻ പറഞ്ഞു തന്നത്, അതായത് നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതിന്ന് നമ്മളൊരു വേവ് നമ്മൾ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കും. അതായത് ഇതിന്ന് നമ്മളൊരു വേവ് പുറപ്പ് വിടിപ്പിക്കും. അതായത് നമ്മൾ ഇതിന്ന് ഒരു വേവ് പുറത്തേക്ക് കൊടുക്കും. അതായത് ഇങ്ങനെ പുറത്തേക്ക് തള്ളും. അപ്പോൾ ഈ വേവ് ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ട്, അതായത് ഇവിടെ ചുമരുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് ആ ചുമരിൽ തട്ടി അത് തിരിച്ച് വരും. ലൈക്ക് അത് തിരിച്ചു വന്നിട്ട് ഇതിൽ റിസീവ് ആകും. അതായത് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് റിസീവ് ആകും. അതാണ് ഞാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പറഞ്ഞത്. അത് നിങ്ങൾ മൈൻഡിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയതാണ്. ഓക്കെ. സോ ഇതിന്ന് നമ്മൾ ഒരു സാധനം അങ്ങോട്ട്, അതായത് ഒരു വേവ് അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അത് അവിടെ തട്ടി തിരിച്ചു വന്നിട്ട് ഇവിടെ തട്ടുമ്പോൾ ഈ അൾട്രാസോണിക് സെൻസർ അത് എത്ര ദൂരമുണ്ടെന്ന് മെഷർ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇത്ര ദൂരം തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മുതൽ ഇതുവരെ എത്ര ദൂരം ഉണ്ടെന്ന് മെഷർ ചെയ്യണം. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് 5 സെൻറ്റിമീറ്ററിനുള്ളിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണ ലെവലിലുള്ള ഒരു റോബോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു 5 സെൻറ്റിമീറ്റർ ഇതുവരെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സാധനങ്ങളൊന്നും അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. അതായത് അത് ഇതാകില്ല, അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരിക്കും. ആ ഒരു 5 സെൻറ്റിമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ലൈക്ക് അങ്ങനെയാണ് ഈ സെൻസേഴ്സിൻ്റെ വർക്കിംഗ്. അപ്പോൾ സെൻസേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതേമാതിരി ഫ്ലെയിം സെൻസർ, ഇത് ഫ്ലെയിം ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് കാട്ടും? അതിൻ്റെ സിഗ്നല്, അതായത് ഇവിടെ ഫ്ലെയിം ഡിറ്റക്റ്റ് ചെയ്താൽ, അതായത് ഫ്ലെയിം ഉണ്ടോ ഇല്ലെന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഫ്ലെയിം ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് കാട്ടും? അതായത് അതൊരു ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് ജമ്പർ വയറാണ്, ഇതുവഴി നമ്മൾ എന്ത് കാട്ടും? നമ്മളുടെ ബോർഡിൽ കൊടുക്കും. ഓക്കെ. ഇതും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഇത് നമ്മൾ ഡാറ്റ ആക്കിയിട്ട്, അതായത് നമ്മളുടെ ഇലക്ട്രിക്കൽ ഡാറ്റ ആക്കിയിട്ട് നമ്മളുടെ ഇതിലേക്ക് കൊടുക്കണം. എന്ത്? മൈക്രോ കൺട്രോളർക്ക് കൊടുക്കുന്നു. സോ ഇപ്പോൾ വർക്കിംഗ് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യുക, ലൈക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ സെൻസേഴ്സ് എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യുക. അതായത് അതിൻ്റേതായ എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യുക. ലൈക്ക് ഫ്ലെയിം സെൻസറിന് ഫ്ലെയിമാണ്, അൾട്രാസോണിക്കിന് ഡിസ്റ്റൻസ് ആണ്. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യുകയും ഇറ്റ് കൺവേർട്ട് ഇറ്റ് ഇൻടു ഇലക്ട്രിക്കൽ ഡാറ്റ. അതായത് അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഡാറ്റ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ലൈക്ക് ആർഡിനോ ഇല്ലെങ്കിൽ ESP. നമ്മൾ ആർഡിനോ ഒന്നും നമ്മൾ IoTക്ക് യൂസ് ചെയ്യാറില്ല. ആർഡിനോ എന്നല്ല, ആർഡിനോ യൂനോ, നാനോ ആൻഡ് ആൾസോ നമ്മളുടെ മെഗ, അതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ആൻഡ് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആർഡിനോൻ്റെ സീരീസിൽ നമ്മൾ Q ഇല്ലെങ്കിൽ AK അങ്ങനത്തെ ഹൈ എൻഡ് ഇത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോഡൻസ് യൂസ് ആണ്. നമ്മൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോഡൻസ് യൂസ് ആണ്. സോ നമ്മൾ ഈ മൈക്രോ കൺട്രോളറായിട്ട് എടുക്കുന്നത് നോഡൻസി ആയിരിക്കും. ആൻഡ് അത് ഡിജിറ്റലാക്കി, അതായത് ആ ഒരു ഇലക്ട്രിക്കൽ ഡാറ്റ നോഡൻസിക്ക് കൊടുക്കുന്നു. ആൻഡ് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് നടക്കണം. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിവൈസ് ആണ്. ഡിവൈസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഡിവൈസ്? അതായത് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ IoTയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ ഫോണ് ഒരു ഡിവൈസാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ലാപ്ടോപ്പ്, ടാബ്, ലൈക്ക് ഈ മൗസ് വരെ ഒരു ഡിവൈസാണ്.
ഓക്കെ. അപ്പോൾ ഇത് നമ്മളുടെ ഈ IoT-യുടെ കേസിൽ വരുമ്പോൾ എ ഡിവൈസ് ഇസ് എനി ഇലക്ട്രിക് ഓർ ഫിസിക്കൽ ഒബ്ജക്ട് ദാറ്റ് പെർഫോം എ ഫങ്ഷൻ ഓർ ടാസ്ക്. ലൈക്ക് നമ്മൾ ഇതിന് ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഓൾസോ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് അതിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ നമുക്ക് അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എന്താണ് അതായത് ഇൻപുട്ട് കൊടുത്തത് അതിനെ റിസീവ് ചെയ്ത് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനും ആൻഡ് ഓൾസോ ഇതിന്ന് എന്തെങ്കിലും ഇൻപുട്ട് നമ്മളുടെ സെർവറിലേക്ക് പോകാനും ലൈക്ക് അങ്ങനെയുള്ള ഒരു ഫങ്ഷൻ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഇത് ടാസ്ക് സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ IoT-യിൽ നമ്മൾ എന്ത് പറയുന്നത് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളുടെ ഈ ലൈക്ക് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് വാച്ച് നിങ്ങൾ റിമൂവ് ആക്കിക്കോ. ഇത് ഒരു ക്യാമറയാണ്. ഈ ക്യാമറ നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്യണം. അപ്പോഴാണ് അത് അതായത് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് അത് ഒരു അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയിട്ട് മാറുള്ളൂ. അതായത് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന ഈ വീഡിയോസ് നമുക്ക് എന്തിൽ കിട്ടണം? ഇൻ്റർനെറ്റ് വഴി നമുക്ക് എവിടെ ഇരുന്നാലും നമ്മളുടെ ഫോണിക്കോ ഇല്ലെങ്കിൽ ലാപ്പിലേക്കോ PCക്കോ ഒക്കെ കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ NodeMC ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് കോഡ് കൊടുത്ത് ഡാറ്റ റിസീവ് ചെയ്യാനും ഡാറ്റ കിട്ടാനും ലൈക്ക് അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിലേക്ക് കിട്ടാനുള്ളതും ഇതിൽ നിന്ന് നമുക്ക് അതിലേക്ക് റിസീവ് ചെയ്യാനുള്ളതും ആയിട്ടുള്ള ഫങ്ഷനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ളൊരു അതായത് നമ്മളുടെ ഇതിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് നമ്മളുടെ ഫോണിലേക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തതാണ്? നമ്മൾ IoT ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു CCTV ആ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ലൈക്ക് ആ ഒരു ടാസ്ക് അതായത് ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ CCTV എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ക്യാപ്ചർ ചെയ്യുന്ന നമ്മളുടെ CCTV വിഷ്വൽസ് നമുക്ക് വൈഫൈ വഴി നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. സോ നമുക്ക് ഇത് കാണാനും അതായത് നമുക്ക് ഏതൊരു സ്ഥലത്തിരുന്നിട്ടും നമുക്ക് ഈ ഡാറ്റാസ് അതായത് ഇത് സെൻഡ് ചെയ്യുന്ന ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് ഓൾസോ ഇത് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഒന്നും കൂടിയും ഇമ്പ്രൂവ് ആയി. സോ ഇത് അപ്പോൾ അതായത് ഇത് ശരിക്കും ഒരു ഡിവൈസായിട്ട് മാറി. അതായത് IoT-യിൽ നമ്മളുടെ ഒരു ഡിവൈസായിട്ട് മാറി. അതായത് നമ്മളുടെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയിട്ട് മാറി. അതായത് ഞാൻ ഇതൊന്ന് വായിച്ച് നോക്കിക്കോളൂ. ഇതിൽ ഞാൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഡിവൈസ് അതായത് ഡിവൈസ് റിസീവ്സ് ഡാറ്റ, അതായത് ഡിവൈസ് സെൻസേഴ്സ്, അതായത് ഡാറ്റ കംസ് ഫ്രം എ സെൻസേഴ്സ് ആൻഡ് യുവർ ഇൻപുട്ട്. അതായത് നമ്മൾ ഡാറ്റ സെൻസേഴ്സിൽ നിന്ന് വരുന്നു ആൻഡ് ഇൻപുട്ടായിട്ട് വരുന്നു. And it processes the data. The device thinks devices what to do from storage further processing. അത് നമ്മളിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അതായത് നമ്മളിപ്പോൾ സെൻസേഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞു എന്ത് CCTV-യുടെ കേസ് നമ്മൾ പറഞ്ഞു. അത് എന്താണ് ഒരു ഡിവൈസ് എന്ന്. ഇനിയിപ്പോൾ ഈ CCTV നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ അൾട്രാസോണിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൾട്രാസോണിക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണ ഒരു സെൻസറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട്. അതായത് നമ്മളുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെറ്റ് ഫങ്ഷൻ ചെയ്തു വെച്ച ഒരു ലെവൽ വരെ വരുള്ളൂ. അതായത് ഇതിപ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ ഞാൻ ഇതൊരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ. അപ്പോൾ ഈ ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വരെ
അത് വരുള്ളൂ. അതിനുശേഷം അത് അവിടെ സ്റ്റോപ്പ് ആവും. അതായത് നമ്മൾ ഫങ്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത്ര ദൂരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒബ്സ്റ്റിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇതെന്ത് കാട്ടണോ, ഇവിടെ ഒരു ഒബ്സ്റ്റിക്കിൾ ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് തരികയോ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്ത് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ഡിവൈസായിട്ട് മാറി. ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം സെൻസർ യൂസ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം സെൻസർ ആണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഫ്ലെയിം സെൻസർ യൂസ് ചെയ്യുമ്പോൾ ഫ്ലെയിം സെൻസറിൽ നമ്മൾ ഫ്ലെയിം സെൻസർ എന്തിനാണ് യൂസ് ചെയ്യുക? ഫ്ലെയിം ഡിറ്റക്ട് ചെയ്യാൻ. സോ നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ വെച്ച് നമ്മൾ നോഡംസി ആയിട്ട് കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തു. ആൻഡ് അതിൽ കൊടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫ്ലെയിം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അലേർട്ടായിട്ട് പോകണം, ഫയർഫോഴ്സിന് കോൾ പോകണം, ആൻഡ് ഓൾസോ നമുക്ക് മെയിൽ വരണം. അതേപോലെ നമുക്ക് എന്ത് വേണം? അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം. അതായത് ഓട്ടോമാറ്റിക്കലി വാട്ടർ സ്പ്രേ ചെയ്യുന്ന ലെവലിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഈ സ്പ്രേ ചെയ്യുന്നത് വേറൊരു സ്ഥലത്തായിരിക്കാം, ഈ ഫ്ലെയിം ഡിറ്റക്ട് ചെയ്യുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. കാരണം അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ രണ്ടും ഒന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായി. കാരണം നമ്മൾ രണ്ടും ഒന്നിൽ തന്നെ ചെയ്യാം. അതായത് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാതെ തന്നെ ചെയ്യാം. ഓക്കെ, അത് റോബോട്ടിക്സിൽ വിടും. ആൻഡ് ഇതെന്ന് പറയണത് ഇത് നമ്മൾ മെയിൽ പോകണു, കോള് പോകണു, അതൊക്കെ IoTയിൽ വിടും. അത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയില്ലേ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ മെയിലും കോളും ഒക്കെ നമ്മൾ അലേർട്ട് ചെയ്യുന്നു. ആ അലേർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? IoTയുടെ കേസിൽ നമ്മൾ അതിനെ തിങ്സ് എന്ന് പറയും. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും. അതായത് IoT എന്ന് പറയും. സോ ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? അതായത് ഡിവൈസസ് എങ്ങനെ മനസ്സിലാകണം. ഇനി നമ്മൾ പറയണത് ഇൻ്റർനെറ്റ്. വാട്ട് ഈസ് ഇൻ്റർനെറ്റ്? ദി ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് കണക്റ്റഡ് ടുഗെദർ ടു ഷെയർ ഇൻഫർമേഷൻസ്. അതായത് ദി ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ദി, അതായത് ഇൻ്റർനെറ്റ് ഗ്ലോബൽ ആയിട്ടുള്ള, അതായത് ഒരു നെറ്റ്വർക്കാണ്. അതായത് കുറേ കമ്പ്യൂട്ടേഴ്സും ഡിവൈസസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് എന്ത്, ലൈക്ക് നമ്മളുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി കണക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ കമ്പ്യൂട്ടേഴ്സും ഇതും ഒക്കെ പാടെ, ഡിവൈസസും ഒക്കെ പാടെ, അതായത് നമ്മൾ ഗ്ലോബലി ഉള്ള ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ ഈ ഓരോ കുത്തുകളും, അതായത് ഇതിലുള്ള ഓരോ കുത്തുകളും ഓരോ കമ്പ്യൂട്ടേഴ്സാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഓരോ ഡിവൈസ്, ഇതെല്ലാം പാടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ അതായത് ഈ ഒരു നെറ്റ്വർക്ക്, അതായത് ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു സർക്കിളിലുള്ള ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ഒരു നെറ്റ്വർക്കാണ്. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത്. സോ ആ ഒരു നെറ്റ്വർക്ക്, അതായത് അപ്പോൾ ഈ ഗ്ലോബലി ഈ കമ്പ്യൂട്ടേഴ്സും ഡിവൈസസും സെർവറൊക്കെ പാടെ കണക്ട് ചെയ്ത് കിടക്കുന്നതിനെ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നു. കണക്ട് ചെയ്തിരിക്കുന്നതിന് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതായത് നമ്മൾ ഗ്ലോബലി ഉള്ള എല്ലാതും കണക്ട് ചെയ്ത് അതിലൂടെ നമുക്ക് ഇൻഫോർമേഷൻസും അതേപോലെ നമുക്ക് ഇൻഫോർമേഷൻസ് ആൻഡ് മെസ്സേജും കാര്യങ്ങളും ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, വേറൊരാളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ലോകത്തിൻ്റെ ഇപ്പുറത്തെ ഒരു കോണിലിരുന്ന് മറ്റ് കോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതിനെയൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. സോ അതായത് ഇതിലിപ്പോൾ ഞാൻ ഈ പാരഗ്രാഫ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അത് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അതായത് നമ്മൾ ഗ്ലോബലി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർനെറ്റ്. അതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്തായിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമുക്ക് വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്, സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് വിളിക്കണം. സോ ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പറയാം. അതായത് ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സാധനം ലൈക്ക് ഞാൻ എന്തായിട്ട് മെക്നോൺ.in ഞാൻ സെർച്ച് ചെയ്തു.
അതായത് മെഗ്നോ ഡോട്ട് ഇൻ സെർച്ച് ചെയ്തപ്പോൾ അതൊരു ഡാറ്റ. ആ ഡാറ്റ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഇപ്പോൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫൈക്കോ, മൊബൈൽ ഡാറ്റ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ. അപ്പോൾ ഇതിൽക്ക് രണ്ടിക്കും എന്ത് ചെയ്യുന്നു, അതായത് നമ്മളുടെ ഡാറ്റ ഗോസ് ടു ദി നെറ്റ്വർക്ക്, ഡാറ്റ ഗോസ് ത്രൂ വൈഫൈ ഓർ മൊബൈൽ നെറ്റ്വർക്ക്. അതായത് മൊബൈൽ ഡാറ്റ, അതായത് നമ്മളുടെ ഈ ഡാറ്റ വൈഫൈ ത്രൂവോ ഇല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ത്രൂവോ ISPക്ക് പോകുന്നു. ഈ നമ്മൾക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നതും ആൻഡ് ഓൾസോ മൊബൈൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതും ISP ആണ്. അതായത് BSNL, ജിയോ, എയർടെൽ, VI, ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ നമ്മളുടെ ഇതിനെയാണ് നമ്മൾ, അതായത് അങ്ങനത്തെ നമ്മളുടെ നമ്മൾ ആ ഒരു സംഭവത്തിന് ISP എന്നുള്ളതിനൊരു പേര് പറയുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് ഈ BSNLും ജിയോയും ഇവരൊക്കെ നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അവരാണ് നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക. സോ അവരുടെ നമ്മളൊക്കെ വിചാരിച്ച മാതിരി ഇത് പോണ പാത്ത് ലൈക്ക് ഇങ്ങനെയല്ല. നമ്മൾ ഫോണിൽ നിന്ന് ടവർക്ക് പോകണു, ടവറിൽ നിന്ന് സാറ്റലൈറ്റിക്ക് പോകണു. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല. അതിന് പകരം നമ്മളുടെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ അതായത് നമ്മളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാം. സോ നമ്മളുടെ ഡാറ്റ എന്ത് കാട്ടണോ, നേരെ നമ്മുടെ ഫോണിൽ നിന്ന് റൗട്ടർക്ക് പോകണോ, റൗട്ടറിൽ നിന്ന് എന്താണ് ISPക്ക് പോകണോ, ISPയിൽ നിന്ന് അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിൻ്റെ ഒരു പാത്വേയിലൂടെ നമ്മൾ എന്ത് കിട്ടണോ, സർവറിലെത്തണം. ആൻഡ് സർവറിലെത്തണോ, ആൻഡ് നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത്, നമ്മൾ സെർച്ച് ചെയ്തത് മെഗ്നോ ഡോട്ട് ഇൻ ആണ്. സോ മെഗ്നോ ഡോട്ട് ഇൻ എത്തണോ, അവിടുന്ന് പ്രോസസ്സ് ചെയ്യണോ, നമ്മളുടെ ഡാറ്റ ഒന്ന് സെർച്ച് ചെയ്യണോ, ഡാറ്റ പിക്ക് ചെയ്യണോ, അതേപോലെ നമുക്ക് തിരിച്ച് റിട്ടേൺ അയക്കണം. ഇത് വന്ന പാത്വേയിലൂടെ തന്നെ റിട്ടേൺ അയക്കണം. സോ നമുക്ക് എന്തായി, അവിടെ ആ ഒരു ഇത് കിട്ടി. എന്ത് കിട്ടി നമുക്ക്, ആ ഒരു ഔട്ട്പുട്ട് അവസാനം നമ്മളുടെ ഫോണിലേക്ക് കിട്ടണം. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡാണ്. ഈ ക്ലൗഡ് എന്ന് പറയണത് നമ്മളുടെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ അഥവാ IoTയുടെ ബ്രെയിനാണ്. അതായത് ഈ ക്ലൗഡ് ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഇല്ല, അതായത് IoT ഇല്ല. സോ ക്ലൗഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗൂഗിൾ ഡ്രൈവ്, അതൊക്കെ ഒരു ക്ലൗഡാണ്. നമുക്ക് ഈ ക്ലൗഡ് വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെർവർ ഉണ്ടാവും, അല്ലെങ്കിൽ സെർവറോ ക്ലൗഡ്. അപ്പോൾ അതായത് ഇതിലിപ്പോൾ ഞാൻ കാണിച്ച മാതിരി ഇത് സെർവറാന്ന് കണക്കൂട്ടിക്കോ. ആ ഒരു മേഘത്തിൻ്റെ അടിയിലുള്ളത് അത് സെർവർ. ഇതൊക്കെ നമ്മളുടെ ഡിവൈസസ്. സോ ഇതിപ്പോൾ വിചാരിച്ചോ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലെയിം ഡിറ്റക്ട് ചെയ്യണ ഒരു ഡിവൈസാണ് വിചാരിച്ചോ. അപ്പോൾ ഇത് നമ്മളുടെ ഇതിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇതും നമ്മളുടെ ഇതിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളുടെ ഫോണും ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു ഡിവൈസ് എപ്പോഴും ഡാറ്റാസ് സെർവറിന് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് സെർവർ സ്റ്റോർ ചെയ്യും. ആൻഡ് ഓൾസോ നമ്മളുടെ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം ഈ സെർവർ വഴി നമുക്ക് കാണാൻ പറ്റും. അതായത് ഒന്നും കൂടി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഗൂഗിൾ ഡ്രൈവറാണെന്ന് വിചാരിച്ചോ. ഗൂഗിൾ ഡ്രൈവർ അതിൽ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഈ 3 ഇതിലും, ഈ ഫോണിലും, ഈ കമ്പ്യൂട്ടറിലും, ഈ ലാപ്പിലും എൻ്റെ ഒരു shanip@gmail.com എന്നുള്ളൊരു ജിമെയിൽ ഉണ്ട് വിചാരിച്ചോ. സോ ഈ ജിമെയിൽ വെച്ചിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് ഞാൻ ഈ ഫോണിലുണ്ടായിരുന്ന എൻ്റെ ഫോട്ടോ ഈ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ 3 എണ്ണത്തിൽ എൻ്റെ മെയിലുണ്ട്. അപ്പോൾ ഈ മെയിൽ ത്രൂ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് വഴി എനിക്ക് അതായത് ഈ സെർവറിൽ കയറിയിട്ട്, അതായത് ഗൂഗിൾ ഡ്രൈവിൽ കയറി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫോട്ടോ, ആ ഡാറ്റ എനിക്ക് കാണാൻ പറ്റും. അതിനെയാണ് ആ ഒരു പ്രോസസ്സാണ് നമ്മളുടെ IoTയിലും നടക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഈ സാധനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഈ ഒരു ഡിവൈസ് നമ്മളുടെ ഇതിക്ക് ഇങ്ങനെ ഡാറ്റ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. അതും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാത്വേയിലൂടെയാണ്. സോ ആ ഒരു പാത്വേയിലൂടെ എന്ത് ചെയ്യുന്നു, ഈ നമ്മളുടെ ഡിവൈസ് ഡാറ്റ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്താക്കണം, നമുക്ക് ഒരു ആപ്പോ ഇല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. അത് നമ്മളെ
ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സെർവറൊന്നും ആവശ്യം വരില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ESPയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഹോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് ഇത് നമ്മൾ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ക്ലൗഡ് സെർവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. ആൻഡ് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലൗഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല, നമ്മൾ ഡയറക്റ്റ് ESPയിൽ ഹോസ്റ്റ് ചെയ്യും. നമ്മളുടെ സർവർ ESPയിൽ തന്നെ ഹോസ്റ്റ് ചെയ്യും. അതായത് NodeMCU ഹോസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് വേറൊരു ക്ലൗഡ് വാങ്ങേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സർവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് ചെറിയൊരു, അതായത് വലിയ സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ബട്ട് ഈ സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ PC ആണ്. അതായത് അതായത് അതിൽ എത്ര ഡാറ്റ സ്റ്റോർ ചെയ്താലും അതൊന്നും പറ്റില്ല. പക്ഷേ നമ്മളുടെ ഈ ലാപ്ടോപ്പ് ആണെച്ചാലും PC ആണെച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, അതായത് അതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ നമ്മളുടെ അത് ഡാമേജ് ആയിരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും എടുക്കാനും പറ്റില്ല. ബട്ട് ഈ ക്ലൗഡ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ എപ്പോൾ കയറിയാലും എങ്ങനെ പോയാലും നമുക്ക് നമ്മളുടെ ഡാറ്റ കിട്ടും. സോ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിലെന്ത് ചെയ്യുന്നു, നമ്മൾ അതായത് ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഡാറ്റ ഷെയർ ചെയ്യുന്നു, നമുക്ക് ഇവിടെ നിന്ന് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നമ്മളുടെ ഇടയിൽ ഈ ഒരു ക്ലൗഡ് നിൽക്കുന്നുണ്ടാവും. ഈ ക്ലൗഡ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഡിവൈസും നമ്മളുടെ ഫോണും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ക്ലൗഡ്. അത് നമുക്ക് വൈ മിനിറ്റ് ക്ലൗഡ് എന്നുണ്ട്. അതായത് അത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഫയലും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ PC ആണ്. സോ നമുക്കതിൽ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും ആക്സസ് ഉണ്ട്. അതേമാതിരി ആ ഒരു നമ്മളുടെ ഡാറ്റ ഒരിക്കലും പോകില്ല. ലാപ്ടോപ്പും ഫോണൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ലാപ്ടോപ്പും ഫോണൊക്കെ കേട് വന്നാൽ ആ ഡാറ്റയും അതിൻ്റെ ഒപ്പം പോകും. പിന്നെ നമുക്കത് എടുക്കാൻ ഒരു വഴി ഉണ്ടാവില്ല. സോ നമ്മൾ ക്ലൗഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സമയത്തും നമുക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. ഇതിപ്പോൾ ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫോണ് കേട് വന്നു, എൻ്റെ ഫോണ് കേട് വന്നു. അപ്പോൾ ഞാൻ എന്താക്കി, പുതിയൊരു ഫോൺ എടുത്തിട്ട് എൻ്റെ മെയിൽ അതിലേക്ക് ലോഗിൻ ചെയ്തു. എൻ്റെ വാലിഡ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് ഞാൻ എന്താക്കി ഈ ഫോണിലുണ്ട്. അപ്പോൾ ഞാൻ പുതിയ ഫോൺ എടുത്തു. പക്ഷേ എനിക്ക് ആ ഫോട്ടോസ് ഒന്നും കിട്ടൂല. പക്ഷേ ഞാൻ എന്ത് കാട്ടി, അതൊക്കെ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അതൊക്കെ ഞാൻ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ഞാൻ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് എൻ്റെ ഈ Gmail ഞാൻ പുതിയ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് ആ Gmail ത്രൂ എനിക്ക് ആ സാധനം എൻ്റെ ആ അതായത് വാല്യുബിൾ ആയിട്ടുള്ള ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ എടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലൗഡ് എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതായത് യൂസറിനെയും അതേമാതിരി ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിവൈസ്, അതായത് ഈ ക്ലൗഡ് ഓർ സർവർ. ഈ സർവറിലാണ് നമ്മളുടെ എല്ലാ ഡാറ്റാസും നിൽക്കുന്നുണ്ടാവുക. ഈ ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം, അതായത് ഇതിൻ്റെ സിഗ്നൽസ് മാത്രമാണ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവുക. അതായത് ഇതിപ്പോൾ ഫ്ലെയിം വന്നിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ മാത്രമേ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ബാക്കിയുള്ള പ്രോസസ്സ് ഫുള്ള് ഈ സർവറിലായിരിക്കാം നടക്കുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ ഇതിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇതിക്കല്ല വരിക. അതായത് നമ്മളുടെ ഡിവൈസിലേക്കല്ല നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വരിക. ഡയറക്റ്റ് നമ്മൾക്ക് സർവറിലോട്ടാണ് നമുക്ക് ആക്സസ് കിട്ടുക. അതായത് ആക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ സർവർ ത്രൂ ആണ് നമുക്ക് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ സർവറിലേക്ക് ഇത് എപ്പോഴും ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഈ നമ്മൾ യൂസേഴ്സ് നമ്മൾ അതെടുത്ത് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, നമുക്ക് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് അതായത് ഫ്ലെയിം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫ്ലെയിം ഉണ്ട്, മെയിൽ വരുന്നു, കോൾ വരുന്നു, കാര്യങ്ങളൊക്കെ. ഇനി അല്ല നമുക്ക് ഇതിപ്പോൾ എൻ്റെ വീട്ടിലത്തെ ബൾബ് ഓഫ് ചെയ്യണം. അപ്പം ഞാൻ എന്താട്ടി, അതായത് എൻ്റെ വീട്ടിൽ ബൾബ് ഓണാണ്, അതായത് LED ബൾബ് ഓണാണ്. അപ്പോൾ ഞാനൊരു ട്രിപ്പ് പോയിട്ടാണ് അറിയണത് എൻ്റെ വീട്ടിൽ LED ബൾബ് ഓണാണ്, ഞാനത് ഓഫ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ഫോൺ എടുക്കണം, ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഈ ഒരു ആപ്പോ ഇല്ലെങ്കിൽ വെബ്സൈറ്റോ ഇല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ കയറണോ ആൻഡ് ഞാൻ നോക്കണോ, ഇത് ഓണാണ് എനിക്ക് മനസ്സിലാവണം. സോ ഞാൻ എന്ത് കാട്ടണോ, അത് ഓഫ് ആക്കണോ.
അത് ഓഫ് ആക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഇൻപുട്ട് ആയിട്ട് ഒരു ഡാറ്റ നമ്മളുടെ സെർവർക്ക് പോകണം. അപ്പോൾ സെർവർ എന്ത് ചെയ്യണം, അത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളുടെ എന്തിലേക്ക് വരണോ, നമ്മളുടെ ഈ ഒരു ഡിവൈസിലേക്ക് വരണം. ആൻഡ് ഡിവൈസിൽ എത്തിയതിന് ശേഷം ഡിവൈസ് എന്ത് ചെയ്യണോ, അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കണോ. ആൻഡ് ഡാറ്റാസ് പിന്നെയും ഇതിലേക്ക് ഷെയർ ചെയ്യണം. അതായത് ഇപ്പോൾ ഏതൊക്കെ ലൈറ്റ് ഓൺ ആണ്, ഫാൻ ഓൺ ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ആൻഡ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറയാനുള്ളൂ. അതായത് നമ്മൾ ഒന്നും കൂടി നോക്കാം. നമുക്ക് എന്താണ് നമ്മൾ 4 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഡിവൈസ് എന്താണെന്ന് പഠിച്ചോ. ഇൻ്റർനെറ്റ് ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആൻഡ് ഞാൻ ഓൾസോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇനിയും ഇഷ്ടം പോലെ സംഗതികൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. സോ ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ നമ്മൾ ക്ലൗഡ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ഇനി പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് യൂസർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ തന്നെയാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് യൂസേഴ്സ് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു സാധനം കൺട്രോൾ ചെയ്യണോ, ഓട്ടോമേറ്റ് ചെയ്യണോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് യൂസേഴ്സ്. അതായത് നമ്മൾ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നും അതേമാതിരി അത് ഓഫ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നാളെ തന്നെ ഉണ്ടാവും. സോ വെയിറ്റ് ചെയ്യുക. അതായത് ഈ ക്ലാസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒന്ന് പഠിക്കുക, കാര്യങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. ഞാൻ പറയുന്നത് മാത്രമല്ല, ആൻഡ് നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇനി അല്ല നിങ്ങൾക്ക് അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായിട്ടും നമ്മൾ അതിനനുസരിച്ച് റെസ്പോൺസ് തരും. ഇനി നമ്മളിപ്പോൾ റോബോട്ടിക്സും കാര്യങ്ങളും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കണം. കാരണം കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ IoT ക്ലാസ്സാണ്. IoTയിൽ നമ്മൾ എന്ത് വരുന്നുണ്ട്, നമ്മളുടെ കോഡിങ്ങും കാര്യങ്ങളും അതേപോലെ നമ്മൾ ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എന്ത് ചെയ്യും, നമ്മളൊക്കെ കാണിച്ചു തരും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും അതായത് മനസ്സിലായിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും വന്നിട്ടുണ്ട്, ഡൗട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക. ഓക്കെ. സോ നമ്മളുടെ പ്രൊജക്റ്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ ക്ലാസ്സുകൾ അടുത്ത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.